എവിടെയായിരുന്നു? സോറി, ഞാൻ കോണി ഐലൻഡിലേക്ക് പോയി ആ ഹോട്ട് ഡോഗ്സ് വാങ്ങാൻ. നീ നുണ പറയാണ്. അല്ല, നുണയല്ല. നീ വില്യം ബുച്ചറിന്റെ കൂടെ ആയിരുന്നു. എനിക്ക് അവന്റെ മണം കിട്ടുന്നുണ്ട്. എനിക്ക് അയാളെ കാണുമായിരുന്നു. അയാൾക്കിപ്പോ മോശം സമയമാണ്. അതിനിപ്പോ നിനക്കെന്താ? നിനക്ക് ആവശ്യമുള്ള എല്ലാം ഇവിടെ ഉണ്ട്. നിനക്കൊരു വീടുണ്ട്, നിനക്കൊരു അച്ഛനുണ്ട്. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ചതൊക്കെ ഞാൻ നിനക്ക് ഇപ്പൊ തരുന്നുണ്ട്. എന്നിട്ട് നിനക്ക് മതിയാവുന്നില്ലെന്നാണോ? എന്തുകൊണ്ട്? നിനക്ക് നന്ദിയില്ലാതായി പോയി. ഞാൻ അറിയാതെ നീ പോയി. നീ എന്നോട് നുണ പറഞ്ഞു. എന്തിന്? കഷ്ടം. എന്താ മോനെ നീ എന്നെ മനസ്സിലാക്കാത്തത്? അല്ലല്ല, അല്ല, അത് ബുച്ചറാണ്. നിനക്കൊരു കാര്യം അറിയോ? നീ അവനെ സ്നേഹിക്കുന്നെങ്കിൽ നിനക്ക് അവനെ അച്ഛനെ കണ്ടാ പോലെ. അല്ല, അയാൾ എന്റെ അച്ഛനാണോന്നല്ല, നിങ്ങൾ മതിയാക്ക്. ജോൺ, ഇവിടെ വരൂ. ജോൺ, ഇവിടെ വാ. നീ ഇത്തവണ ഒരുപാട് പ്രശ്നമുണ്ടാക്കി ടൈഗർ. കമോൺ ചാമ്പ്യൻ, നീ ഒന്ന് സമാധാനമായിരിക്കെ. എന്റെ കർത്താവ്, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. കുറച്ച് സ്റ്റാർലൈറ്റസ് നിന്നെ വെറുക്കുന്നു, റയാൻ കുറച്ച് സമയം ബുച്ചറിനൊപ്പം ചെലവഴിക്കുന്നു. അതിനാണോ നീ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്? നീ കുറച്ചും കൂടി സ്ട്രോങ് ആവണം ജോൺ. നിനക്ക് ഇപ്പോഴും സ്നേഹം ആവശ്യമുണ്ട്. അതെ, ഒരുപാട് സ്നേഹം. നീ അതിനെ ആഗ്രഹിക്കുന്നില്ല. അതൊരിക്കലും സത്യമല്ല. നീ അവരെ നിന്നെ പോലെ ഇൻസെക്യൂർ ആക്കും, വീക്കാക്കും. കാര്യങ്ങൾ നിനക്ക് ഇപ്പോഴും ശരിയാക്കാൻ കഴിയും. അവൻ നിന്റെ മകനാണ്. അവന് നിന്നെ വെറുപ്പാണ്. അവൻ തീർച്ചയായും നിനക്കെതിരെ തിരിയും. നിന്നെ എല്ലാവരും വെറുക്കുന്നു. ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ആവശ്യം, ഈ ഭ്രാന്തും മറ്റും മറികടക്കേണ്ട സമയമായി. പിന്നെ നിന്നിലുള്ള മനുഷ്യത്വം ആദ്യം നീ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഒരിക്കലും നിനക്ക് നീയാകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നീ തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങണം. ജോൺ, നീ വീട്ടിലേക്ക് പോണം.